ഹലോ ഹായ് നമസ്കാരം. ഭ്രമയുഗം എന്ന സിനിമ അതിൻ്റെ പ്രസ് മീറ്റിൽ വെച്ച് മമ്മൂക്ക സംസാരിക്കുന്നത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് കേട്ടപ്പോൾ എനിക്കൊരു അഭിമാനവും ഒരു കോരിത്തെരിപ്പുമൊക്കെ തോന്നി. ഡീകോഡ് എന്നാണ് ആ വാക്ക്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒടിയൻ എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ റിലീസായ ദിവസം ഓഫീസിലിരുന്ന് ട്രെയിലർ കാണുകയാണ്. വളരെ ഹൈപ്പിൽ നിൽക്കുന്നൊരു സമയം കൂടിയാണല്ലോ. ആ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഓഫീസിലുണ്ടായിരുന്ന പലരും അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ അത് വെച്ച് ഒരു വീഡിയോ ചെയ്താലോ എന്ന് വിചാരിച്ചു. അതുവരെ ആരും മലയാളത്തിൽ ട്രെയിലർ കണ്ടിട്ട് ഡീകോഡ് ചെയ്ത് സ്റ്റോറി ഇതായിരിക്കും എന്നൊക്കെ പ്രെഡിക്റ്റ് ചെയ്യുന്നൊരു വീഡിയോ ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. കുറച്ച് ഫോറിനേഴ്സ് ട്രെയിലർ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് ട്രെൻഡിങ് ലിസ്റ്റിൽ വരുമെന്നുള്ളതല്ലാതെ ഡീകോഡിങ് പരിപാടി. അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് തന്നെ ഷിഫ്റ്റ് കഴിഞ്ഞ് നേരെ വീട്ടിൽ ചെന്ന് ഒടിയൻ്റെ ഒരു ട്രെയിലർ ഡീകോഡിങ് വീഡിയോ പോസ്റ്റ് ചെയ്തു. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ട്രെയിലർ ഡീകോഡിങ് വീഡിയോ അതാണ്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഒരു മലയാള സിനിമയുടെ ട്രെയിലർ ഡീകോഡ് ചെയ്ത് ആദ്യം പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയും അത് തന്നെയായിരിക്കും. അത് തെറ്റാണെങ്കിൽ പറയണം കേട്ടോ, തിരുത്താൻ ഞാൻ തയ്യാറാണ്. എന്തായാലും അന്ന് അതൊരു പുതിയ സംഭവമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ മമ്മൂക്ക ഭ്രമയുഗത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ ട്രെയിലർ കണ്ട് നിങ്ങൾ കഥ കണ്ടുപിടിക്കരുത്, അതിൻ്റെ ഡീകോഡിങ് നിങ്ങൾ ചെയ്യരുത് എന്നൊക്കെ പറയുന്നത് കേട്ടു. ഇപ്പം ഞാൻ മാത്രമല്ല, ഒരുപാട് പേര് ട്രെയിലർ ഡീകോഡിങ് ചെയ്യുന്നുണ്ട്. ഗംഭീരമായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അതിലെനിക്ക് അസൂയുള്ള ആൾക്കാരിൽ ഒരാൾ എൻ്റെ സ്വന്തം അനിയൻ തന്നെയാണ്. അവൻ ഭ്രമയുഗത്തിനൊരു 5 പോസിബിലിറ്റീസ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു. അതും കൂടി കണ്ടു കഴിഞ്ഞപ്പോഴാണ് എന്തായാലും ഞാൻ വേഗം ഒരു വീഡിയോ ചെയ്യണം എന്നെനിക്ക് കുറച്ചും കൂടി ആവേശം തോന്നിയത്. ആൻഡ് നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള മറ്റു യൂട്യൂബേഴ്സും ഒക്കെ ഈ ട്രെയിലർ ഡീകോഡിങ് ചെയ്യണം എന്ന് പറയുന്നൊരു കാര്യം കൂടിയാണ്. താങ്ക്സ് ടു ഷസാം. ട്രെയിലർ റിയാക്ട് ചെയ്ത സമയത്ത് ഞാൻ ഡീകോഡ് ചെയ്യും എന്ന് പറയും കൂടി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് ചെയ്യണം എന്ന് പറയുന്ന ഒരു ആഗ്രഹമുണ്ട്. അതിൻ്റെ കൂടെ ഒരു ഒന്നിൻ്റെ ഒപ്പം ഒരു തള്ളും കൂടി എന്ന് പറയുന്ന പോലെ ഒരു എക്സ്ട്രാ പുഷായിരുന്നു. എന്തായാലും ഇതിൻ്റെ ട്രെയിലർ ലോഞ്ചിൻ്റെ അന്ന് മമ്മൂക്ക പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഇതിൻ്റെ കഥയൊന്നും അന്വേഷിച്ച് പോകണ്ട, കഥ ഒന്നും പ്രതീക്ഷിച്ച് പോകണ്ട എന്നൊക്കെയാണ്. അതിൻ്റെ കൂടെ പുള്ളി തന്നെ പറഞ്ഞു, ഇത് 18ാം നൂറ്റാണ്ടിൻ്റെ അവസാനം നടക്കുന്ന ഒരു കഥയാണ്. പോർച്ചുഗീസുകാരുടെ ഒരു സ്വാധീനം, അവരുണ്ടാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ ഈ സിനിമയിൽ സാധ്യതയുണ്ടെന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. അങ്ങനെ കഥയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട, യാതൊരു മുൻവിധികളോടും കൂടി അല്ലാതെ സിനിമ കാണണമെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ എലമെൻറ്റുകൾ ഇട്ടതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും? എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവും. ഞാൻ അത് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുള്ള ഇതിൻ്റെ പോസ്റ്ററുകൾ എടുത്ത് നോക്കി. അതിൽ 3 days to go എന്ന് പറയുന്നൊരു പോസ്റ്റർ ഉണ്ട്. ആ പോസ്റ്ററിൻ്റെ ഒരു പ്രത്യേകത ഒരു ആടിൻ്റെയോ പശുവിൻ്റെയോ മറ്റോ തലയോട്ടിയാണ്. ആ തലയോട്ടിയുടെ മോളിൽ നിന്ന് താഴേക്ക് ഒരു വാളിങ്ങനെ കുത്തി ഇറക്കിയിരിക്കുകയാണ്. പൊതുവേ നമ്മുടെ നാട്ടിൽ ഈ മൃഗങ്ങളെയൊക്കെ ബലി കഴിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ കഴുത്ത് വെട്ടിക്കളയലാണ്. അല്ലാതെ തലയിൽ കൂടി കുത്തിയിറക്കുക, നെഞ്ചത്ത് കുത്തിയിറക്കുക എന്ന് പറയുന്ന വധശിക്ഷാ രീതികൾ ബലി അർപ്പിക്കുന്ന സമയത്ത് ചെയ്യാറില്ല. എന്നാൽ അതേസമയം യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഈ ബുൾ ഫൈറ്റ് സംഭവങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിൽ ഈ മൃഗങ്ങളുടെ തലയ്ക്ക് മുകളിലായിട്ട് വെട്ടിക്കളയുന്നതിന് പകരം കുത്തി ഇറക്കിയിട്ടാണ് കൊല്ലുന്നതൊക്കെ ചെയ്യുന്നത്. അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റുകളൊക്കെ കിട്ടി. ഈ ചുവന്ന തുണി ഉപയോഗിക്കുന്നത്, ചുവന്ന കളർ കണ്ടു കഴിഞ്ഞാൽ ഈ കാളയ്ക്ക് അല്ലെങ്കിൽ പോത്തിന് ഒരു ദേഷ്യം ഉണ്ടാകുന്നത് ഒന്നുമല്ല. ബേസിക്കലി അവർ പല കളറും കാണാൻ പറ്റാത്ത രീതിയിൽ കളർ ബ്ലൈൻഡ് ആയിട്ടുള്ള ജീവികളാണ്. അപ്പോൾ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ, വളരെ ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ അതിലേക്ക് ചെന്ന് ആക്രമിക്കുന്നതാണ്. അങ്ങനെയാണ് മറ്റേ ഈ തുണി ഇങ്ങനെ വീശി കാണിച്ച് കാള ഇങ്ങനെ ഓടി വരുന്നു, അപ്പോൾ അയാൾ ആ തുണി മാറ്റുന്നു, എന്നിട്ട് ഒരു വീരനെ പോലെ നിൽക്കുന്നു എന്ന് പറയുന്ന പരിപാടികളൊക്കെ നടക്കുന്നത്. ഈ സിനിമയിൽ ആ കാളയായിട്ട് വരുന്നത് അല്ലെങ്കിൽ പോത്തായിട്ട് വരുന്നത് അത് അർജുൻ അശോകൻ്റെ കഥാപാത്രവും അയാളെ വട്ടം കറക്കുന്നത്, അയാളെ കൊല്ലുന്നത് അത് മമ്മൂക്കയുടെ കഥാപാത്രവുമായിരിക്കുമോ? ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആകുമ്പോഴുള്ള മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജീവികൾക്ക് അവനവൻ്റെ രക്തം കൂടി തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയാവും. അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം കൂടി ഈ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയതിൽ ഉണ്ടാവുമോ? എന്തായാലും ഇതിലെ ട്രെയിലറിലേക്കും ടീസറിലേക്കും കടക്കുന്നതിന് മുമ്പ് നമുക്കിതിൻ്റെ ഒരു ഓഡിയോ ജൂക്ക് ബോക്സ്, അവർ പാട്ടുകളൊക്കെ ഒരുമിച്ചൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെ പാട്ടുകൾ കേൾക്കുമ്പോൾ കുറച്ച് വാക്കുകൾ കിട്ടുന്നത്, ഒന്ന് കുഞ്ചമൻ മന എന്ന് പറയുന്ന ആ പേരാണ്. കുഞ്ചമൻ പോറ്റിയായിട്ടാണ് ഇതിൽ മമ്മൂക്കയുടെ കഥാപാത്രം വരുന്നത് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അത് ഒറിജിനൽ കുഞ്ചമൻ ഇല്ലത്തിൻ്റെ പേരുപയോഗിച്ച് അവർക്ക് ദോഷമുണ്ടാക്കുന്നതാണെന്ന് കരുതി അവരൊരു ഹർജി ഓൾറെഡി ഹൈക്കോടതിയിൽ ഈ സിനിമ റിലീസ് ചെയ്യുന്നത് സ്റ്റേ ചെയ്യണമെന്നൊക്കെ പറഞ്ഞൊരു ഹർജിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതെന്തായി എന്നുള്ളതിൻ്റെ അപ്ഡേറ്റ് എനിക്കറിയില്ല. എനിവേ അദ്ദേഹത്തിൻ്റെ പേര് ഏകദേശം ഇതായിരിക്കും. ഒരുപക്ഷെ സിനിമ റിലീസാവുമ്പോൾ ഈ പറയുന്ന നിയമപ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പേര് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറ്റാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു പേര് നമ്മൾ കേൾക്കുന്നത് പൂമണി മാളികയാണ്. ഒരുപക്ഷെ അത് ഈ അർജുൻ അശോകൻ ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് പ്രൗഢിയുള്ള ഏതെങ്കിലും ഒരു കൊട്ടാരമോ അല്ലെങ്കിൽ ഒരു നാട്ടുരാജാവിൻ്റെ വീടോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ആവാനാണ് സാധ്യത. കാരണം ഇതിലെ പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് നല്ല രസമുള്ള ഒരു ആംബിയൻസിൽ സന്തോഷവും സമാധാനവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ആംബിയൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ കുറച്ച് ഭീകരമായിട്ടുള്ള ആംബിയൻസും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അർജുൻ അശോകൻ അവിടെ എത്തുന്നതിന് മുമ്പ് അയാളുടെ ഒരു നല്ല സമയം അത് നമ്മൾ മിക്കവാറും സിനിമയിൽ കാണുന്നുണ്ടാവാം. ഇനി നമ്മൾ ട്രെയിലറിൽ കണ്ടിട്ടുള്ള കഥാപാത്രങ്ങളും അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വെച്ചൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ മമ്മൂക്കയുടെ കഥാപാത്രം ഈ പറയുന്ന കുഞ്ചമൻ പോറ്റിയായിട്ടാണ്
ഇരിക്കുന്നത്. പുള്ളി ഒരു ആഢ്യത്വമുള്ള തറവാട്ടിലെ മെയിൻ കാരണവരാണ്. പുള്ളിക്ക് മന്ത്രവാദവും പരിപാടിയൊക്കെ ഉണ്ടെന്ന് നമുക്ക് ട്രെയിലറും ടീസറും കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. പുള്ളി ഓർഡർ ഇടുന്ന ആളാണ്, അല്ലെങ്കിൽ പുള്ളി ഉദ്ദേശിക്കുന്നത് നടക്കണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്, പവർ കയ്യിലുള്ള ആൾ. അർജുൻ അശോകൻ്റെ കഥാപാത്രത്തിനെ നമ്മൾ കാണുമ്പോൾ പുള്ളി ആ മനക്കിലേക്ക് വന്നു പെടുന്നതാണ്. അതായത് തുടക്കത്തിൽ നമ്മൾ കാണുമ്പോൾ പുള്ളി ആ വീടിൻ്റെ മുമ്പിൽ അങ്ങ് വന്ന് നിൽക്കുകയാണ്, ഇങ്ങോട്ട് കയറണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. ആൻഡ് തുടക്കത്തിൽ അയാൾ അവിടുത്തെ ദാസ്യപ്പണി ഒന്നും ചെയ്യുന്നില്ല, അതായത് ആ മനയിലേക്ക് അയാൾ എത്തപ്പെടുന്നതാണ്. എന്നാൽ അതേസമയം ഒരു പോസ്റ്ററിൽ മമ്മൂക്കയ്ക്ക് ഒരു കുടത്തിൽ വെള്ളമോ സംഭാരമോ അങ്ങനെ എന്തോ കൊടുക്കുന്ന ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. പതിയെ പതിയെ അയാൾ അവിടുത്തെ ജോലികളൊക്കെ ചെയ്യാൻ നിർബന്ധിതനാവുന്ന ഒരു കഥാപാത്രമായിരിക്കും. അതേസമയം അവിടുന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ അയാൾ നടത്തുന്നുണ്ട്. മമ്മൂക്കയോടൊപ്പം ഇരുന്ന് പകിട കളിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. മറ്റൊരു കഥാപാത്രം സിദ്ധാർത്ഥിൻ്റെയാണ്. സിദ്ധാർത്ഥ് ഭാരതിനെ നമ്മൾ കാണുമ്പോൾ ഒക്കെ അദ്ദേഹം അവിടെ എന്തെങ്കിലും ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുക്കളയിൽ ജോലി ചെയ്യുന്നു, വിറക് കീറുന്നു, അങ്ങനെ ആ മനയിലെ പണികളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അത്യാവശ്യം പ്രായമുള്ള ഒരാളാണ്. ഒരു പക്ഷേ അർജുൻ അശോകൻ്റെ കഥാപാത്രത്തിന് മുമ്പ് അവിടെ എത്തപ്പെട്ട് ദാസനാവാൻ വിധിക്കപ്പെട്ടിട്ടുള്ള ഒരാളായിരിക്കും. എന്തായാലും അയാൾ അർജുൻ അശോകൻ്റെ കഥാപാത്രമായിട്ട് അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ അമൽഡ ലിസിനെ കാണുന്നുണ്ട്. പുള്ളിക്കാരിയെ ട്രെയിലറിൽ കാണുന്ന സമയത്താണെങ്കിലും ഈ ഒരുപാട് ആഭരണങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ സർവാഭരണ വിഭൂഷിത എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം. അവരൊന്നെങ്കിൽ ഒരു യക്ഷിയായിരിക്കും, അല്ലെങ്കിൽ ഒരു ദേവിയായിരിക്കും, ദേവതാ സങ്കല്പമായിരിക്കും. പനങ്കുല പോലെ മുടി, ആഭരണങ്ങൾ, അത്രയും ആഭരണങ്ങൾ, ആടയാഭരണങ്ങളൊക്കെ ഇട്ടിട്ട് നട്ടപ്പാതിലേക്ക് പുറത്തിറങ്ങി നടക്കുന്ന ആരാണ് വേറെ ഉണ്ടാവുക? ഒന്നെങ്കിൽ യക്ഷിയായിരിക്കണം, അല്ലെങ്കിൽ ദേവിയായിരിക്കണം. പിന്നെ ആ ക്യാരക്ടറിൻ്റെ നോട്ടത്തിലൊക്കെ എനിക്ക് ഫീൽ ചെയ്തത് ഒന്നെങ്കിൽ ഒരു വഴികാട്ടിയായിരിക്കും, ഒരു വഴിയിലേക്ക് അവരെ വിളിച്ചുകൊണ്ട് പോകുന്ന, അവരുടെ യാത്രയെ ട്വിസ്റ്റ് ചെയ്യുന്ന ഒരാളായിരിക്കും. പിന്നെ വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷയുടെ രൂപം എന്നുള്ള രീതിയിൽ അതിനെ കാണാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ കഥാപാത്രത്തിനെ സിംബോളിക്കായിട്ട് കാണാവുന്നതാണ്. പിന്നെ നമ്മൾ മണികണ്ഠൻ ആചാര്യയെ കാണുന്നുണ്ട്. പുള്ളിക്കാരനെ ഒരു സ്ഥലത്ത് കാണുമ്പോൾ തീ കത്തിച്ചിരിക്കുന്നതിൻ്റെ അടുത്താണ് ഇരിക്കുന്നത്. ഈ വീടിനകത്ത് മനക്കകത്ത് എന്തായാലും തീയിടാൻ സാധ്യതയില്ലല്ലോ, ഹോമം അല്ലെങ്കിൽ. പക്ഷേ ഇയാൾ ഹോമമൊക്കെ ചെയ്യുന്ന പോലത്തെ ഒരു മന്ത്രവാദി അല്ല നമ്മുടെ മമ്മൂക്കയുടെ കഥാപാത്രം. അപ്പോൾ മണികണ്ഠൻ ആചാരി കാട്ടിൽ രാത്രി അവർ തീയിട്ടിരിക്കുന്നതായിരിക്കാം. പിന്നെ മണികണ്ഠൻ ആചാര്യയും അർജുൻ അശോകനെയും നമ്മൾ ഒരുമിച്ച് കാണുന്നുണ്ട്. അവർ അത്യാവശ്യം വെളിച്ചമുള്ള എന്തോ ഒരു കാഴ്ച കണ്ടിട്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കുന്ന ഒരു നിപ്പാണ്. പിന്നെ പുള്ളിയെ കാണിക്കുമ്പോഴൊക്കെ ഒരു ധൃതിയുടെ എലമെൻ്റ് ഉണ്ട്, ഒരു ടെൻഷൻ്റെ എലമെൻ്റ് ഉണ്ട്. പിന്നെ ഈ സിനിമയുടെ ടീസറിലും ട്രെയിലറിലും കാലം എന്ന വാക്കുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് സമയം മാത്രമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വർഷങ്ങൾ എന്ന് പറയുന്ന ആ ഒരു സമയമല്ല, ടോട്ടലി അതിനൊരു കൊളോക്കിയൽ ലാംഗ്വേജിൽ അങ്ങനെ സമയം എന്ന് ഉദ്ദേശിക്കുന്നതായിരിക്കാം. കാലം എന്തൊരു അരസികനാണ് എന്ന് മമ്മൂക്കയുടെ കഥാപാത്രം പറയുന്നുണ്ട്. വിരസതയുടെ പ്രളയത്തിൽപ്പെട്ട് മുങ്ങിത്താഴുമ്പോൾ പകിടകളിയാണ് നല്ലത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് സമയം വളരെ അരസികനായിട്ടുള്ള, സമയം ഇങ്ങനെ വെറുതെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അതിലൊന്നും സംഭവിക്കുന്നില്ലല്ലോ. അങ്ങനെ വിരസതയുടെ, നമുക്കൊന്നും ചെയ്യാനില്ലാത്തതിൻ്റെ രസമില്ലായ്മയുടെ ഒരു കയത്തിലേക്ക് നമ്മളിങ്ങനെ മുങ്ങിത്താഴുമ്പോൾ, ആ ഡയലോഗ് പറയുന്ന സമയത്ത് ഒരാൾ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നത് കാണിക്കുന്നുണ്ട്. ആ മുങ്ങി മരിച്ചതിൻ്റെ ഒരു ഡയലോഗ് അല്ല അത്. വിരസതയുടെ ആഴങ്ങളിലേക്ക് നമ്മളിങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, ബോറടിക്കുമ്പോൾ പകിടകളിയാണ് നല്ലത്. അതുപോലെ കാലത്തിൻ്റെ മറ്റൊരു റെഫറൻസ് ടീസറിൽ വരുന്നത് കാലം കലങ്ങി മറിഞ്ഞൊരു പുഴ പോലെയാണ്, അത് തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ ഒഴുകും എന്നാണ്. സിദ്ധാർത്ഥിൻ്റെ കഥാപാത്രമാണ് ആ ഡയലോഗ് പറയുന്നത്. സോ അയാൾക്ക് ഈ കാലത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അയാൾ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലാണ്. മിക്കവാറും ആ മനയിൽ എത്തിപ്പെട്ടതിന് ശേഷം അയാൾ പെട്ടുപോയതായിരിക്കാം. എന്നാൽ അതേസമയം മമ്മൂക്ക കാലം എന്തൊരു അരസികനാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് സമയം പോകുന്നില്ല, അല്ലെങ്കിൽ ഒരുപാട് കാലമായി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ അദ്ദേഹം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ കണക്ട് ചെയ്യുന്ന മറ്റൊരു ഡയലോഗാണ് വർഷങ്ങൾക്ക് ശേഷം ഒരു അതിഥി വരുന്ന ദിവസമാണ് എൻ്റെ മനക്കിലേക്ക് സ്വാഗതം എന്ന് പറയുന്നത്. അപ്പോൾ കുറേ നാളുകളായി അയാളുടെ കാത്തിരിപ്പ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് അയാൾ കാത്തിരിക്കുന്നത്? ഇനി ഇതെല്ലാം കണക്ട് ചെയ്തിട്ട് വളരെ സിമ്പിളായിട്ട് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ഡീകോഡ് ചെയ്ത് വെക്കാവുന്ന ഒരു കഥ എന്ന് പറയുന്നത് അർജുൻ അശോകനും മണികണ്ഠൻ ആചാര്യയും സുഹൃത്തുക്കളാണ്. ഇരുവരും കൂടി രാത്രി എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യുകയോ മറ്റെന്തെങ്കിലും ഒരു സംഭവമൊക്കെ ആയിരിക്കാം. ചിലപ്പോൾ കള്ളന്മാരായിരിക്കും. രാത്രി അവർക്കൊരു സ്ഥലത്ത് തങ്ങേണ്ടി വരുന്നുണ്ടാവും. അവിടെ വെച്ച് അമൽഡ ലിസിൻ്റെ കഥാപാത്രം ചിലപ്പോൾ അവരൊരു അമ്പലത്തിൻ്റെ അടുത്ത് കിടക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ഈ കഥാപാത്രം അവരെയും കൊണ്ട് പലയിടത്തേക്കും രാത്രി നടത്തിച്ചിട്ട് അവസാനം അർജുൻ അശോകൻ്റെ കഥാപാത്രം അതൊരു ട്രാപ്പായിരിക്കും, ഒരു പ്രശ്നത്തിലേക്കായിരിക്കും അവരെ കൊണ്ട് ലാൻഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവുക. ചിലപ്പോൾ മണികണ്ഠൻ ആചാര്യയുടെ കഥാപാത്രത്തിനെ അർജുൻ അശോകൻ കൊല്ലുന്നുണ്ടാവാം. പഴയ നമ്മുടെ കള്ളിയങ്കാട്ട് നീലി കഥകളിലേക്കുള്ളൊരു റെഫറൻസ്, ഒരു ആലോചന വെച്ചിട്ടാണ്. അപ്പോൾ ഈ കൂട്ടുകാരനെ കൊന്നിട്ട് ബാക്കി ഇവരുടെ കയ്യിലുള്ള മുതൽ മുഴുവൻ ഒരുമിച്ച് സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി എന്തെങ്കിലും ആയിരിക്കാം. എന്തായാലും അവിടെ നിന്ന് ഇയാൾക്ക് രക്ഷപ്പെട്ട ഉടനെ ഒരു സിറ്റുവേഷൻ വരികയും അങ്ങനെ ഓടി അയാൾ മമ്മൂക്കയുടെ ആ ഇടിഞ്ഞു പൊളിഞ്ഞ മനയുടെ മുന്നിലേക്ക് എത്തുന്നു. അവിടെ കയറി ചെല്ലുന്നു. അപ്പോൾ എൻ്റെ മനയിലേക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞ് മമ്മൂട്ടിയുടെ
പോലെ കഥാപാത്രം ഇദ്ദേഹത്തിനെ സ്വീകരിച്ചിരുത്തുന്നുണ്ടാവും. പകിടകളിയൊക്കെ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ പകിട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെയാണ്, ഇങ്ങനെ നമ്മൾ കറക്കി എറിയുന്നു, നമ്പർ വരുന്നതനുസരിച്ച് മൂവ് ചെയ്യുന്നു, നല്ല രസമുള്ളൊരു കളിയാണ് എന്നൊക്കെ അർജുൻ അശോകൻ പറയുന്നു. അതിനുശേഷം അവരൊരുമിച്ച് പകിട കളിക്കുന്നുണ്ടാവും. പകിട കളിയുടെ ഏതെങ്കിലും ഒരു രസം കയറിയ മൊമെൻറ്റിൽ എൻ്റെ വിധി എൻ്റെ ഭാവി നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു ബെറ്റ് വെക്കുന്നുണ്ടാവാം. ആ ബെറ്റിൻ്റെ ഭാഗമായിട്ട് അയാൾ അവിടെ കുടുങ്ങിപ്പോകുന്നുണ്ടാവാം. പതിയെ പതിയെ അയാൾ തിരിച്ചറിയുന്നുണ്ടാവാം അയാളെ കൊല്ലുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അയാളുടെ ജീവിതം നശിപ്പിക്കുക എന്നുള്ളതാണ് ഈ മനയിലുള്ള കാരണവരുടെ ഉദ്ദേശമെന്ന്. പിന്നീട് അയാൾ അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭീതി ജനിപ്പിക്കുന്ന, ടെൻഷൻ എടുപ്പിക്കുന്ന ഒരുപാട് മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സിനിമ. ഇത് ഏറ്റവും ഈസിയസ്റ്റ് ആലോചനയിൽ നിന്ന് ഒന്നാണ്. അതായത് ഈ പറയുന്ന ടൈം ലൂപ്പ്, ടൈം ട്രാവൽ പരിപാടികളൊന്നും ചിന്തിക്കാതെ സിമ്പിളായിട്ട് ആലോചിക്കുമ്പോൾ ഒരു പഴയ നാടോടി കഥ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ചിന്തിച്ചെടുക്കാവുന്ന ഒരു കഥ. ഈ സിനിമയുടെ ട്രെയിലറും ടീസറും ഡീകോഡ് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്ന് ഞാൻ തലകുത്തി മറിഞ്ഞിട്ടും എനിക്കൊരു സ്പെസിഫിക് കഥ കിട്ടുന്നില്ല. കുറേ ഓപ്ഷൻസ് ഉണ്ട്, ഇങ്ങനെയായിരിക്കാം അങ്ങനെയായിരിക്കാം എന്നൊക്കെ. അത് തന്നെയാണ് ഇതിൻ്റെ ട്രെയിലറിൻ്റെ ബ്യൂട്ടി. ഒരു 4-5 സാധ്യതകൾ പറയാം എന്നുള്ളതല്ലാതെ പല സിനിമകളുടെയും ട്രെയിലർ ഡീകോഡിങ് നമ്മൾ ചെയ്യുമ്പോൾ പറയുന്ന പോലെ ഇതായിരിക്കാം, ഇങ്ങനെയായിരിക്കാം എന്ന് പറയുന്ന ഒരു ഒറ്റ സ്റ്റോറി പറഞ്ഞാൽ മതി എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് എനിക്ക് എത്താൻ പറ്റുന്നില്ല. എനിവേ, നമുക്ക് ടീസറിലെ ഓരോ സീനുകളിലൂടെയും കടന്നു പോകാം. ഏറ്റവും ആദ്യം നമ്മൾ സിദ്ധാർത്ഥ് ഭരതൻ പറയുന്ന ഡയലോഗാണ് കേൾക്കുന്നത്. കാലം എന്ന് പറയുന്നത് കലങ്ങി മറിഞ്ഞൊരു പുഴ പോലെയാണ് എന്നുള്ളത്. അത് പറയുമ്പോൾ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ മനയുടെ മുന്നിൽ നിൽക്കുന്ന അർജുൻ അശോകനെയാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ മുണ്ടിലൊക്കെ അത്യാവശ്യം മുഷിഞ്ഞ ഒരു രീതിയാണ്, കുറച്ചെവിടെ ഓടുകയും ചാടുകയൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ടുണ്ടായത്. പിന്നെ തോളത്തെവിടെയോ കരിയുടെയോ മറ്റോ പാട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ മനയുടെ മുമ്പിൽ ശങ്കിച്ച് നിൽക്കുകയാണ്, അകത്തേക്ക് കയറണോ വേണ്ടയോ എന്നുള്ളത്. ഓൾറെഡി പൊളിഞ്ഞ് കിടക്കുകയാണ്, പക്ഷേ ഇയാൾക്ക് പോകാൻ വേറെ സ്ഥലമില്ല എന്ന് പറയുന്നൊരു ഫീലാണ് എനിക്കത് കണ്ടപ്പോൾ തോന്നിയത്. അയാൾ ആ പടിപ്പുര കയറുമ്പോൾ അയാൾ അവിടെ ആദ്യമായിട്ട് കയറുകയാണ്. അയാൾ വളരെ കൺഫ്യൂസ്ഡ് ആണ്. അതേപോലെ തന്നെ മനയ്ക്കകത്ത് ഒരു പന്തം കത്തിച്ച് പേടിച്ച് പോകുന്ന അർജുൻ അശോകനെ നമ്മൾ കാണുന്നുണ്ട്. അയാൾ ആ മനയിൽ നിന്നൊന്നും എടുക്കാൻ വേണ്ടിയിട്ടല്ല നോക്കുന്നത്, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളെ അന്വേഷിക്കുകയല്ല ചെയ്യുന്നത്. അയാളൊരു വഴി അന്വേഷിക്കുകയാണ്, രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴി അന്വേഷിച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ആ ഒരു രീതിയിലാണ് എനിക്ക് തോന്നിയത്. പിന്നെ നമ്മൾ സിദ്ധാർത്ഥ് ഭരതനെ കാണുന്ന സമയത്ത് അദ്ദേഹം എന്തോ ചവച്ചുകൊണ്ടൊരു മരത്തിൻ്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ സൈഡിലേക്ക് വരികയാണ്. അതിൽ എന്തോ ഉന്നം വെച്ച് വന്ന, അല്ലെങ്കിൽ ആരെയോ അന്വേഷിച്ച് വന്നിട്ട് അയാളെ കണ്ടു, അല്ലെങ്കിൽ ആ ലക്ഷ്യം വെച്ച് വന്ന ജീവിയായിരിക്കാം ചിലപ്പോൾ. അതിനെ കണ്ടിട്ട് ഒന്ന് മാറി നിന്ന് അതിനെ വീക്ഷിക്കുകയാണ്, ഒന്ന് നിരീക്ഷിക്കുകയാണ്. പിന്നെ അർജുൻ അശോകൻ താഴെ നിന്ന് മുകളിലേക്ക് നോക്കുന്ന പോലത്തെ ഒരു ഷോട്ട് ഉണ്ട്. അവിടെ നമുക്ക് ഉണങ്ങിയ ഒരുപാട് വാഴയിലകൾ കാണാൻ പറ്റും. അതുപോലെ പുല്ലൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുള്ള പൂജാ പരിപാടികൾക്കൊക്കെ ആയിട്ട് ചെയ്യുന്ന പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മണികണ്ഠൻ ആചാര്യ നമ്മൾ കാണുന്നുണ്ട്, ഒരു തീക്കുണ്ടത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ അമൽ ഡാലിസിനെ കാണുന്ന സമയത്ത് അവർ ഓടിട്ട ഒരു ബിൽഡിംഗ്, അതിൻ്റെ താഴേന്ന് മുകളിലേക്ക് ഇങ്ങനെ കയറി വരികയാണ്. ഒരു പക്ഷേ ഈ സിനിമയിൽ ഇതിൻ്റെ ട്രെയിലറിൽ നമ്മൾ കാണുന്ന ആ കുളിക്കടവില്ലേ, അവിടുന്ന് കയറി വരുന്നതായിരിക്കാം. അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ദേവതാ സങ്കല്പം പരിപാടിയൊക്കെ ആയിരിക്കാം, അതിൻ്റെ ഒരു കൺസെപ്റ്റ് ആയിരിക്കാം. അതിൻ്റെ ഭാഗമായിട്ടൊരു അമ്പലം പോലൊരു സ്ഥലത്ത് നിന്നോ ഒക്കെ കയറി വരുന്നതായിരിക്കും. പിന്നെ ഇരുട്ടത്ത് പന്തവുമായിട്ട് നടക്കുന്ന രീതിയിൽ നമ്മൾ അർജുൻ അശോകനെയും കാണുന്നുണ്ട്, സിദ്ധാർത്ഥ് ഭരതനെയും കാണുന്നുണ്ട്. സോ അർജുൻ ഓൾറെഡി സിദ്ധാർത്ഥിനോട് പറയുന്നുണ്ട്, നമ്മളിവിടെ നിന്ന ജീവൻ അപകടമാണ്, ഇവിടുന്ന് രക്ഷപ്പെടണം എന്നുള്ള രീതിയിലൊരു ഡയലോഗ്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴി അന്വേഷിക്കുകയോ അല്ലെങ്കിൽ അർജുൻ അശോകനോടൊപ്പം മുന്നോട്ട് പോകാൻ തയ്യാറാവുകയോ ചെയ്യുന്നതായിരിക്കാം. എനിക്ക് പക്ഷേ ഫീൽ ചെയ്യുന്നത് അർജുനെ വേട്ടയാടുന്നതിന് വേണ്ടി മനക്കിലെ നമ്മുടെ പോറ്റിയോടൊപ്പം നിൽക്കുന്ന കഥാപാത്രമായിരിക്കും സിദ്ധാർത്ഥിൻ്റെ ക്യാരക്ടർ എന്നാണ്. പിന്നെ ചോരയെ കുളിച്ച് ഒരു കത്തി എടുക്കാൻ കൈ നീട്ടുന്ന ഒരാളെ നമ്മൾ കാണുന്നുണ്ട്, തറയിൽ കമിഴ്ന്ന് കിടക്കുകയാണ്. എനിക്ക് ആ ലുക്കൊക്കെ വെച്ചിട്ട് അത് സിദ്ധാർത്ഥ് ഭരതൻ്റെ ക്യാരക്ടറാണെന്നാണ് തോന്നുന്നത്. പോസ്റ്റർ റിലീസായ സമയത്ത് സിദ്ധാർത്ഥ് ഭരതൻ ഇങ്ങനെ ദേഹം മുഴുവൻ രക്തമൊക്കെ ആയിട്ട് വരുന്ന പോലത്തെ ഒരു പോസ്റ്ററാണ് അവർ ആദ്യം ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ അർജുൻ അശോകനുമായിട്ടുള്ള ഒരു പോരാട്ടം, അല്ലെങ്കിൽ ഈ പറയുന്ന പോറ്റിയുമായിട്ടുള്ളൊരു പോരാട്ടം, അതിൻ്റെ ഭാഗമായി അയാൾ ആക്രമിക്കപ്പെടുകയും അയാളുടെ രക്തം ചോർന്നു പോവുകയൊക്കെ ചെയ്യുന്നതായിരിക്കാം. പിന്നെ ഒരു അണ്ടർപാസ് പോലത്തെ ഒരു സ്ഥലത്ത് കൂടി ഇങ്ങനെ കുനിഞ്ഞ് നിരങ്ങി അപ്പോഴും അർജുൻ അശോകൻ ഓടി രക്ഷപ്പെടാനാണ് നോക്കുന്നത്. ഒരു രാത്രി എന്തായാലും ഇവരവിടുന്ന് രക്ഷപ്പെടാനുള്ള ഒരു കടുത്ത ശ്രമം നടത്തുന്നുണ്ട്. പിന്നെ ഒരു മഴയത്ത് കുഴിയെടുത്തുകൊണ്ട് നിൽക്കുന്ന സിദ്ധാർത്ഥ് ഭരതനെ നമുക്ക് കാണാൻ പറ്റും. ഈ അർജുൻ അശോകൻ്റെ ക്യാരക്ടർ ഒരു കുഴിക്കകത്ത് നിന്ന് മുകളിലേക്ക് ഇങ്ങനെ കൈ നീട്ടി എന്നെ ഉപേക്ഷിച്ച് പോകല്ലേ എന്നുള്ള ഭാവത്തിൽ നിൽക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ആ സമയത്ത് പുള്ളിയുടെ വായിന്ന് ചോര ഒലിക്കുന്നുണ്ട്. ഇതേപോലെ വായിന്ന് ചോര ഒലിക്കുന്ന നിലയിൽ അർജുൻ അശോകനെ നേരത്തെ നമ്മൾ പറഞ്ഞ ആ പടിപ്പുരയുടെ ഭാഗത്ത് കാണുന്നതായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നിലധികം തവണ ആ അവസ്ഥയിലേക്ക് അയാൾ എത്തുന്ന പോലെ ഒരു ടൈം ലൂപ്പ് പരിപാടിക്കുള്ള സാധ്യത വീണ്ടും തെളിയുകയാണ്. ട്രെയിലറിലേക്ക് വരുമ്പോൾ അർജുൻ അശോകൻ ഉറങ്ങുകയാണ്. മിക്കവാറും ആ മനയിലെത്തി രാവിലെ പകിടകളിയൊക്കെ കളിച്ച് അത് കഴിഞ്ഞ് ആഹാരമൊക്കെ കഴിഞ്ഞ ശേഷം അയാളൊന്ന് ഉറങ്ങാൻ വേണ്ടി കിടക്കുകയാണ്. ആ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ചങ്ങല ഗിലുങ്ങുന്ന പോലത്തെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്, പേടിക്കുന്നുണ്ട്, എണീറ്റിരിക്കുന്നുണ്ട്. വേറെയും ശബ്ദങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇയാൾ ഞെട്ടി വിറയ്ക്കുന്നുണ്ട്. പിന്നെയാണ് പല ആളുകളെയും കൺഫ്യൂസ്ഡ് ആക്കിയ കാര്യം വരുന്നത്. കുളിക്കടവിൽ ഒരാളിങ്ങനെ വെള്ളത്തിനടിയിലായിട്ട് പൊങ്ങിക്കിടക്കുകയാണ്. അത് മരിച്ചുപോയ ഒരാളാണ്, അത് മമ്മൂക്കയുടെ ക്യാരക്ടറാണോ സിദ്ധാർത്ഥ് ഭരതൻ്റെ ക്യാരക്ടറാണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷനാണ്. എനിക്ക് ഫീൽ ചെയ്യുന്നത് അത് സിദ്ധാർത്ഥ് ഭരതൻ കുളിക്കുന്ന സമയത്തുള്ള ഒരു ഷോട്ടാണ്. കാരണം കുറച്ച് കഴിയുമ്പോൾ ട്രെയിലറിൽ തന്നെ നമ്മളൊരു ക്ലിപ്പ് കാണുന്നത് അർജുൻ അശോകൻ ആ കുളിക്കടവിൽ ഇരിപ്പുണ്ട്, കുളിച്ചുകൊണ്ടിരിക്കുന്ന സിദ്ധാർത്ഥ് ഭരതനെയും നമ്മൾ കാണുന്നുണ്ട്.
അപ്പം അവരുടെ ഒരു സൗഹൃദം ജനറേറ്റ് ആയി വരുന്ന ഒരു സാഹചര്യം. പിന്നെ ചിരിച്ച് സംസാരിക്കുന്ന മമ്മൂക്കയെ നമ്മൾ ട്രെയിലറിൽ 1-2 ഇടങ്ങളിൽ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് പതുക്കെ ആ ഭാവം മാറുന്നുണ്ട്. ചിരി മാറി ഒരു കലിപ്പ് ഭാവത്തിലേക്ക്, നിനക്കെന്നെ അനുസരിക്കാൻ ഭാവമില്ലേ എന്ന് പറയുന്ന ഒരു ധാർഷ്ട്യത്തോടു കൂടി നോക്കുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ പകിട രണ്ടും ആ ബോർഡിലേക്ക് വീഴുന്ന ഒരു ഷോട്ടിൽ ഒരാൾ സൈഡിൽ നിൽക്കുകയാണ്. ആ നിന്നുകൊണ്ടാണ് അയാൾ പകിട എറിയുന്നത്. അത് അർജുൻ അശോകൻ്റെ കഥാപാത്രമായിരിക്കും. പിന്നീട് മമ്മൂക്കയോടൊപ്പം ഇരുന്നും അയാൾ പകിട കളിക്കുന്നുണ്ട്. ആ പകിട കളി ഒരുപാട് നേരം തുടരുന്നുണ്ടാവും. ഈ സിനിമയിൽ അർജുൻ അശോകൻ്റെ ക്യാരക്ടറിൻ്റെ നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് തീരുമാനിക്കുന്നത് ആ പകിട കളിയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് മമ്മൂക്കയുടെ കഥാപാത്രം പറയുന്നത്, നിനക്ക് 2 തവണ നിൻ്റെ വിധി പണയം വെച്ച് പകിട കളിക്കാൻ പറ്റില്ല എന്ന്. സോ അയാൾ ആദ്യം പകിട കളിക്കുന്ന സമയത്തെ ഞാൻ എന്തെങ്കിലും ചെയ്തു തരാം, അല്ലെങ്കിൽ ഞാൻ അടിമയായിരുന്നോളാമെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് ഒന്ന് പകിട കളിച്ചിട്ടുണ്ടാവും. വീണ്ടും അത് തന്നെ ബെറ്റ് വെക്കാൻ നോക്കുമ്പോഴായിരിക്കും മമ്മൂക്കയുടെ കഥാപാത്രം ഇത് പറയുന്നത്. കാരണം ആ പകിട കളിയിൽ തോറ്റ് പോറ്റിയുടെ അടിമയാവാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിന് അവിടെ തന്നെ തങ്ങാനോ ഒക്കെ ഒരു തീരുമാനമെടുത്തതിന് ശേഷം ഇനിയൊരു പകിട കളി കൂടി ആയി അതിനൊരു മാറ്റം വരുത്താൻ സാധിക്കില്ല എന്നാണ് അയാൾ പറയുന്നത്. പിന്നെ പന്തുമായിട്ട് നടക്കുന്ന ഇവരെ നമ്മൾ വീണ്ടും കാണുന്നുണ്ട്, സിദ്ധാർത്ഥ് ഭരതനെയും അർജുൻ അശോകനെയും. പിന്നെ മമ്മൂക്കയുടെ ഒരു ഫോട്ടോ, ആ ഫോട്ടോ കാണിക്കുമ്പോൾ ആദ്യം അർജുൻ അശോകൻ സൈഡിലുണ്ടായിരുന്നു. അദ്ദേഹം പോയതിന് ശേഷം വേറൊരു ആംഗിളിൽ നിന്നുകൊണ്ട് ആ ഫോട്ടോയ്ക്ക് തീ പിടിച്ചതായിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട്. തീ പിടിക്കുന്നതും ആവാം, പിടിപ്പിക്കുന്നതും ആവാം. എന്തായാലും അങ്ങനെ ഫോട്ടോ കാത്തു സൂക്ഷിക്കുന്നത് ഒരിക്കലും ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ ആയിരിക്കില്ലല്ലോ, അപ്പോൾ മരിച്ചു കഴിഞ്ഞ ആൾക്കാരുടെ ആയിരിക്കില്ലേ. അങ്ങനെയാണെങ്കിൽ ആ മനയിൽ ജീവിക്കുന്ന മമ്മൂക്കയുടെ കഥാപാത്രം അത് ജീവിച്ചിരിക്കുന്ന ഒരാളല്ലെങ്കിലോ പറയാൻ പറ്റില്ല. ചിലപ്പോൾ ആഭിചാര ക്രിയകളൊക്കെ ചെയ്ത് ചുറ്റുപാടിനെ കുറിച്ചൊന്നും ചിന്തിക്കാതെ വേറൊരു ലെവലിലേക്ക് എത്തപ്പെട്ടിട്ടുള്ള ഒരു മനുഷ്യനുമായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന മമ്മൂക്കയുടെ മുത്തശ്ശൻ കഥാപാത്രമോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അയാൾ വലിയൊരു മാന്ത്രികനായിരുന്നു എന്ന് പറയുന്ന പോലത്തെ. പിന്നെ വീണ്ടും കണ്ണടക്കുകയും തുറക്കുകയും ചെയ്യുമ്പോൾ മറ്റൊരു സ്ഥലത്ത് കണ്ണ് തുറന്ന് എണീക്കുന്ന അർജുൻ അശോകനെ നമ്മൾ 2 വട്ടം കൂടി ട്രെയിലറിൽ കാണുന്നുണ്ട്. അതിൽ ഒരു പ്രാവശ്യം പുള്ളി മനയ്ക്ക് ചുറ്റും ഇങ്ങനെ നടക്കുന്ന ഒരു ഷോട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ മനയുടെ ആ സൈഡിൽ വെച്ചിരിക്കുന്നതെല്ലാം കാർഷിക വൃത്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഉപകരണങ്ങളൊക്കെയാണ്. മറ്റേ കാലുകൊണ്ട് ചവിട്ടി വെള്ളം തേവുന്ന ആ സംഭവം അതൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് വളരെ ഉന്നത അവസ്ഥയിലുണ്ടായിരുന്ന ഒരു കുടുംബത്തിലെ കാരണവർ തന്നെയാണ് മമ്മൂക്ക അവതരിപ്പിക്കുന്ന കഥാപാത്രം. പിന്നെ കാട്ടിലൂടെ നടക്കുന്ന അമൽഡാലിസിനെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ നടന്നു പോകുമ്പോൾ പുറകെ ഒരാൾ ഫോളോ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ആ ഫോളോ ചെയ്യുന്നത് അർജുൻ അശോകൻ്റെ കഥാപാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ താടിയുടെ ഷേപ്പും, കാര്യം അർജുൻ അശോകൻ്റെ താടി കുറച്ചേ ഉള്ളൂ, കുറച്ചും കൂടി താടിയുള്ള, മോളിൽ നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ താടി ഇങ്ങനെ ഫീൽ ചെയ്യണം, ഒരു പ്രൊജക്ഷൻ കിട്ടുന്ന എനിക്ക് തോന്നുന്നു മണികണ്ഠനാചാരിക്കായിരിക്കും. അപ്പോൾ അദ്ദേഹം അമലിനെ ഫോളോ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ഒരു പ്രത്യേകത തോന്നിയ കാര്യം എന്ന് പറയുന്നത് അടുക്കളയിൽ ഈ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ അരിയുന്ന തരത്തിൽ നമ്മൾ സിദ്ധാർത്ഥ് ഭരതനെ കാണുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഓൾറെഡി അരിയുന്ന മറ്റേ നാരുള്ള എന്തൊരു സാധനം, അത് ഉള്ളിയുടെ ചെടിയോ അങ്ങനെ എന്തോ ആണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, അത് അരിയുന്നുണ്ട്. അതും ആഞ്ഞ് വെട്ടിയാണ് അത് അരിയുന്നത്. ഓൾറെഡി അതേ സാധനം അരിഞ്ഞത് അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട്, പലതും ഉണങ്ങി ഒക്കെ ഇരിപ്പുണ്ട്. ഇതൊന്നും കുക്ക് ചെയ്തിട്ടില്ല. അവിടെ അടുപ്പോ മറ്റു കാര്യങ്ങളോ ഒന്നും നമ്മൾ കാണുന്നില്ല. എന്തൊക്കെയോ പച്ചക്കറികൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെട്ടി എരിഞ്ഞിട്ടിട്ടുണ്ട്. അതുപോലെ ഒരു ചേനയോ ചേമ്പോ എന്തോ ആഞ്ഞ് വെട്ടുന്ന ഒരു ഷോട്ടും നമ്മൾ കാണുന്നുണ്ട്. പിന്നെയാണ് ഈ ട്രെയിലറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഷോട്ട് വരുന്നത്. മമ്മൂക്ക ഒരു പൂജാമുറി പോലത്തെ ഒരു സ്ഥലത്തിരിക്കുന്നത്. അത് പൂജാമുറി എന്ന് പോസിറ്റീവ് സെൻസിൽ നമുക്ക് പറയാൻ പറ്റില്ല, ആഭിചാര ക്രിയകൾ നടക്കുന്ന ഒരു മുറിയാണ്. അതിനകത്ത് ഒരുപാട് ഒന്നിലധികം ആടിൻ്റെയും പശുവിൻ്റെയും ഒക്കെ തലയോട്ടികൾ ഇരിപ്പുണ്ട്. അത് ഒരെണ്ണം മെയിനായിട്ട് നമുക്ക് നേരെ നോക്കിയാൽ കാണാവുന്ന രീതിയിലാണ്. അത് പശുവിൻ്റെയോ പോത്തിൻ്റെയോ അങ്ങനെ എന്താണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. റൈറ്റ് സൈഡിൽ ആടിൻ്റെ കുറച്ചും കൂടി വലിപ്പം കുറഞ്ഞിട്ടുള്ള ഒരു തലയോട്ടി ഇരിപ്പുണ്ട്, ലെഫ്റ്റ് സൈഡിലും അതുപോലെ ഇരിപ്പുണ്ട്. പിന്നെ ഒരുപാട് തലയോട്ടികൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടിരിപ്പുണ്ട്, മനുഷ്യൻ്റെ അടക്കം. പിന്നെ കുറേ എല്ലും കഷ്ണങ്ങൾ കിടപ്പുണ്ട്. വേറെ എന്തൊക്കെയോ ഒരു സാധനം ഇങ്ങനെ തറയിൽ ഒരുപാട് കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എനിക്കത് നമ്മൾ മറ്റേ വിളക്കിൻ്റെ തിരിയില്ലേ, അതിങ്ങനെ പിരിച്ച് വെക്കുന്ന ഒരു സംഭവം പോലെയാണ് തോന്നിയത്. ഏറ്റവും ആദ്യം അർജുൻ അശോകൻ്റെ ക്യാരക്ടർ ഈ മറ്റേ ചങ്ങല കണ്ട് ഞെട്ടുന്ന ഷോട്ടില്ലേ ട്രെയിലറിൽ, അതിൽ ഈ ചങ്ങലയുടെ സൈഡിൽ ഇതേ സാധനം ഒരുപാട് ചെതറി കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. തിരികളാണ് അങ്ങനെ ഇട്ട്, അതെനിക്ക് മനസ്സിലായിട്ടില്ല അത് എന്താണ് സാധനം എന്നുള്ളത്. എന്തായാലും ഈ നേരെ മുന്നിൽ കാണുന്ന ആ വലിയ തലയോടുണ്ടല്ലോ, അതിൻ്റെ ചുറ്റുമായിട്ട് ഭിത്തിയിൽ ഒരുപാട് ത്രികോണങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട്, തല കീഴായിട്ടുള്ള ത്രികോണങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട്. അതിൽ കുറേ അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ അക്ഷരങ്ങളൊന്നും തന്നെ മലയാളമോ സംസ്കൃതമോ അല്ല. ആ അക്ഷരങ്ങളുടെ സിമിലർ അക്ഷരമൊക്കെ അന്വേഷിച്ച് ആ ത്രികോണവും പിന്നെ തലയോട് കൊണ്ടുള്ള പരിപാടി എന്താണെന്നുള്ളതൊക്കെ അന്വേഷിച്ച് വിക്കിപീഡിയയിലൊക്കെ കയറി കഴിഞ്ഞപ്പോൾ പണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നിലനിന്നിരുന്ന ആ ബ്ലാക്ക് മാജിക് എന്ന് വിളിക്കാവുന്ന അല്ലെങ്കിൽ ആഭിചാര ക്രിയകൾ എന്ന് വിളിക്കാവുന്ന പരിപാടികളൊക്കെയാണ് എൻ്റെ കൺമുന്നിലേക്ക് വന്നത്. എനിക്ക് തോന്നുന്നു അതായിരിക്കും മമ്മൂക്ക ഉദ്ദേശിച്ച 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടി പോർച്ചുഗീസുകാരുടെ ആധിപത്യം ഏതാണ്ട് കേരളത്തിൽ അവസാനിച്ച ശേഷവും അവരുണ്ടാക്കിയ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ സ്പ്രെഡ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിനെ ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ കൃഷിയുടെ കാര്യത്തിലായാലും മതത്തിൻ്റെ കാര്യത്തിലായാലും വിശ്വാസങ്ങളുടെ കാര്യത്തിലായാലും ഒക്കെ ആ ഇൻഫ്ലുവൻസ് നമുക്ക് കാണാനുണ്ട്. അങ്ങനെ ഒരു ഫോറിൻ ഇൻഫ്ലുവൻസിൻ്റെ ഭാഗമായിട്ട് അവർ പരമ്പരാഗതമായി ഇത്തരം ആഭിചാര ക്രിയകൾ ചെയ്യുന്നൊരു കുടുംബമാണ് എന്നുള്ളതാണ്. അതിനൊരു ഇന്ത്യൻ
സ്വഭാവം എനിക്ക് തോന്നിയില്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഷോട്ട് ഒരു കഞ്ഞിപ്പാത്രമാണ്. അതിനകത്ത് ഈ പ്ലാവല വെച്ചിട്ട് കോരിയെടുക്കാൻ വേണ്ടിയുള്ള പ്ലാവല കിടപ്പുണ്ട്. പക്ഷേ അത് ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ വെറുതെ ഇട്ടതുപോലെയാണ് എനിക്ക് തോന്നിയത്. ആൻഡ് അതിൽ കൈയിട്ടിരിക്കുന്ന ആളും ആ കഞ്ഞി കുടിക്കാൻ എന്തോ പേടിക്കുന്നത് പോലെയാണ് എക്സ്പ്രഷനിൽ തോന്നിയത്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതിനകത്തൊരു കോഴിക്കാലോ മറ്റോ കിടപ്പുണ്ട്. പക്ഷേ ആ കാലെന്ന് പറയുന്നത് അത്രയും പഴക്കം ചെന്ന് ദ്രവിച്ച് പൊട്ടിയിട്ടുള്ള ഒരു കാലാണ്. അപ്പോൾ അത്രയും പഴയ ഭക്ഷണമാണ് ആ വിളമ്പിയിരിക്കുന്നത്. പിന്നെ നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞ പോലെ അർജുൻ അശോകനും മണികണ്ഠൻ ആചാര്യയും കൂടി എന്തോ ഒരു കാര്യം കണ്ട് ഞെട്ടി പരിഭ്രമിച്ചിങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണാം. അതൊരു കാടിൻ്റെ ആംബിയൻസ് ആണ്. ലൈറ്റുള്ള എന്തോ ഒരു സംഭവമാണ് അവർ കണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ അമൽ ഡാലിസിൻ്റെ കഥാപാത്രം ദേവിയോ യക്ഷിയോ അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടിയായിരിക്കും. അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ഒരു ലൈറ്റ് സീൻ ആയിരിക്കും അത്. പിന്നെ അർജുൻ അശോകൻ്റെ കാലിൽ നമ്മൾ ചങ്ങല കാണുന്നുണ്ട്. മിക്കവാറും അയാൾ ആ മനയിൽ നിന്ന് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടി മമ്മൂക്ക അവതരിപ്പിക്കുന്ന കഥാപാത്രം അയാളുടെ കാലിൽ കെട്ടുന്നതായിരിക്കാം. പിന്നെ ഒരു ഭൂമി കുലുക്കം പോലത്തെ ഒരു സീക്വൻസ് എനിക്ക് ഫീൽ ചെയ്തു. അത് ഭൂമി കുലുങ്ങിയതാണോ ഒരു മേശ മാത്രം കുലുങ്ങിയതാണോ എന്നറിയില്ല. എന്തായാലും ആ മേശപ്പുറത്തൊക്കെ ഇരിക്കുന്ന കുറേ താളിയോലകളും മറ്റും താഴേക്ക് വീഴുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒരു പക്ഷേ ആ മനയുടെ അധപതനം അല്ലെങ്കിൽ ആ മന ഇളകുന്നതായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. പിന്നെയാണ് മമ്മൂക്ക പറയുന്ന ആ പ്രധാനപ്പെട്ട ഡയലോഗ് വരുന്നത്, ഇത് ഭ്രമയുഗമാണ്, കലിയുഗത്തിൻ്റെ അപഭ്രംശം എന്നാണ് പറയുന്നത്. ഈ അപഭ്രംശം എന്ന് പറയുന്നത് വലിയൊരു വാക്കായിട്ട് അങ്ങനെ കാണണമെന്നൊന്നുമില്ല. ആ പേര് കേൾക്കുന്ന പോലെ ഒരു ഷെയ്ക്ക് ഉണ്ടാകുന്നു. ആ ഷെയ്ക്ക് എന്ന് പറയുന്നത് ഒട്ടും പോസിറ്റീവ് അല്ലാത്തൊരു കാര്യമാണ് എന്ന് വിചാരിക്കും. അപ്പോൾ കലിയുഗത്തിൽ ഒരു അവതാളം എന്ന് പറയുന്ന പോലെ കലിയുഗത്തിനകത്തൊരു ഷെയ്ക്ക് ഉണ്ടാകുന്ന പോലത്തെ അങ്ങനത്തെ ഒരു സമയം, അതാണ് ഈ ഭ്രമയുഗം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏജ് ഓഫ് മാഡ്നസ് എന്നൊക്കെ പറയുമ്പോൾ ഈ മനുഷ്യൻ അത്രയും ഭ്രാന്തമായ അവസ്ഥയിലേക്ക് എത്തി ബാക്കിയുള്ളവർക്ക് ഉപദ്രവം ചെയ്യുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ആഭിചാരക്രിയകളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൊലപാതക ശ്രമങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളായിരിക്കാം. ഇതിൽ നിരവധി സാധ്യതകൾ നമുക്ക് പറയാനുണ്ട്. ഒരു 5 സാധ്യതകൾ കണ്ടെത്തിയിട്ടുള്ള ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ അതിലെ കോണ്ടന്റ് ഒക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയതുകൊണ്ടാണ് അതൊന്ന് കണ്ടു നോക്കുക. എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇതിൽ നമുക്ക് ഒരുപാടൊന്നും ആലോചിച്ച് പോകാനില്ലാതെ വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റോറി ആയിരിക്കും എന്നുള്ളതാണ്. അതിപ്പോൾ ഈ സംവിധായകൻ്റെ മുൻ സിനിമകൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ റെഡ് റെയിൻ ആണെങ്കിലും ഭൂതകാലമാണെങ്കിലും കഥ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞു പോകുക. അതിൻ്റെ അകത്ത് വേറെ ഈ ടൈം ട്രാവൽ എന്നൊക്കെ പറയുന്ന പോലത്തെ കൺസെപ്റ്റുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ ഒരു ശ്രമം പുള്ളി നടത്തിയിട്ടില്ല. എല്ലാ സിനിമയും ഒരുപോലെ ചെയ്യും എന്നല്ല ഉദ്ദേശിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു രീതി അനുസരിച്ച് മിക്കവാറും ഇതൊരു സ്ട്രെയിറ്റ് ആയിട്ട് പറയുന്ന കഥയായിരിക്കും. ഇനിയിപ്പോൾ വളരെ കുറച്ച് മണിക്കൂറുകൾ കൂടിയേ ഉള്ളൂ സിനിമ റിലീസാവാൻ വേണ്ടിയിട്ട്. വളരെ ആകാംക്ഷയോടെ ആർത്തിയോടെ കാണാൻ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ഭ്രമയുഗം. നിങ്ങൾക്ക് ഈ ട്രെയിലറും ടീസറും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഫീൽ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് വീഡിയോയുടെ താഴെ ഒരു കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ലോങ് ലിവ് സിനിമ.